നമ്മളിന്ന് ഇല്ലിക്കൽ കല്ലിലേക്ക് ഒരു യാത്ര പോവാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇല്ലിക്കൽ കല്ലെന്ന് കേട്ടോണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാതെ പോകരുത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഇല്ലിക്കൽ കല്ല്. നമ്മുടെ ഈ ഒരു യാത്രയുടെ ഒരു ലക്ഷ്യസ്ഥാനം മാത്രമാണ് ഇല്ലിക്കൽ കല്ല്. പിന്നെ എന്താണ് ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പോകുന്ന ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്ന ഈ ഒരു വഴി തന്നെ കേട്ടോ. അതായത് വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഇല്ലിക്കല്ല് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്ക് അറിയാലോ, ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേരും ഇല്ലിക്കല്ലിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരും അവിടെ പോയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. എന്നാൽ ഞാൻ ഈ പോകുന്ന ഈ ഒരു വഴി ഇതിനു മുന്നേ ആരും പോയി നിങ്ങൾ കണ്ടു കാണാൻ ഒരു സാധ്യതയുമില്ലാത്ത വഴിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വണ്ടി കൊണ്ടൊന്നും പോകാനായിട്ട് പറ്റില്ല. വളരെ ദുർഘടം പിടിച്ച വഴിയാണ്, ഓഫ് റോഡാണ്. നമുക്ക് നടന്ന് തന്നെ പോകണം. അതും ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെ ഏകദേശം 8 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കലിൽ എത്താൻ പറ്റുമെന്നാണ് എനിക്ക് കിട്ടിയൊരു സൂചന. ആ ഒരു സൂചന പ്രകാരം മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതിനു മുന്നേ എനിക്ക് പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ആദ്യമായിട്ട് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വഴിയിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ തൊടുപുഴ കാഞ്ഞാർ പുള്ളിക്കാനം വഴി വാഗമണ്ണ് പോകുന്ന റൂട്ടിൽ പുത്തേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പുത്തേട് സിറ്റി കഴിഞ്ഞാൽ അല്പം ദൂരം മുന്നോട്ടേക്ക് വന്നാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്ക് ഇത് ഇങ്ങനെ ഒരു വഴി കാണാം കേട്ടോ. തുടക്കത്തിൽ കുറച്ച് കോൺക്രീറ്റ് ഇട്ട ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഒരു കുരിശൊക്കെ ഒരു വഴിയുടെ സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് മുന്നോട്ട് നമുക്ക് പോകേണ്ടത്. ഈ ഒരു വഴി നേരെ ചെന്ന് പഴുക്കാക്കാൻ അങ്ങനെയൊക്കെ എന്തോ ഒരു സ്ഥലമൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ ചെന്ന് വലിയൊരു മല കയറി മല ഇറങ്ങി അങ്ങനെ ആണ് നമ്മൾ ഇല്ലിക്കലിലേക്ക് എത്തുന്നത് കേട്ടോ. ഏകദേശം ഒരു രൂപരേഖ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയിൽ ഇത് ഇല്ലിക്കല്ലിൽ നിന്ന് പുത്തേടിലേക്ക്, അതായത് വാഗമൺ ആ ഒരു മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നിർമ്മിച്ചൊരു വഴിയാണ്. നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. ഏകദേശം 5 വർഷമായി ഈ ഒരു വഴി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. തുടക്കത്തിൽ മാത്രം കുറച്ച് എന്തോ പണിതിട്ട് ബാക്കിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാമമൊക്കെ ഉണ്ട്. ആ ഗ്രാമത്തിലുള്ളവരൊക്കെ പുത്തേടിലേക്കൊക്കെ വരുന്ന ഈ വഴി നടന്നാണ് വരുന്നത്. അപ്പോൾ വേറെ വണ്ടി കൊണ്ടൊന്നും പോകാനായിട്ട് പറ്റുമെന്നില്ല. കുറച്ച് വീടുകളൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വഴി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിൽ ഇല്ലിക്കലിൽ ചെല്ലാൻ പറ്റുന്ന ഒരു വഴി മിക്കവാറും ഇത് തന്നെയായിരിക്കും. സാധാരണ നമ്മൾ പോകുന്നത് തൊടുപുഴയിൽ നിന്ന് വരുമ്പത്തിന് ഇലുവിഴ പോഞ്ചർ റൂട്ട് ചെന്നിട്ടാണല്ലോ പോകുന്നത്. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ദൂരം കുറവായിരിക്കും ഇതിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വഴിയെക്കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിയെ പോയാൽ നമുക്ക് ഇല്ലിക്കലിൽ എത്താൻ പറ്റുമെന്ന് മനസ്സിലായത്, നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുന്നേ വന്ന് ഇവിടെ നല്ലതണ്ണിയിൽ വന്നിട്ട് ഒരു ട്രക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രക്കിങ് ചെയ്ത് ശേഷം താഴെ വന്ന് പുത്തേട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയപ്പം അവിടുത്തെ ഒരു ചേട്ടനാണ് ഇങ്ങനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ നല്ലതണ്ണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലിക്കലിൽ നല്ലപോലെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലിക്കലിൽ പോകാറുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇല്ലിക്കലിൽ പോകാൻ വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനൊരു വഴിയുണ്ട്. അതിൽ ആരും പോകുന്നൊന്നുമല്ല, പക്ഷേ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ്. ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. പോയാൽ ഏകദേശം 8 കിലോമീറ്റർ നടക്കണം. വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ലെന്ന് അന്ന് തന്നെ ചേട്ടൻ പറഞ്ഞത്. പോയാൽ നമുക്ക് ഇല്ലിക്കലിൽ എത്താമെന്ന് പറഞ്ഞിട്ടോ. അപ്പം അത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി ഇതിൽ പോകണം എന്ന് വിചാരിക്കാൻ തുടങ്ങി കേട്ടോ. ചേട്ടാ, ഇതിലെ പോയാൽ ഇല്ലിക്കലിൽ എത്താൻ പറ്റുമോ? എത്ര കിലോമീറ്റർ ഉണ്ട് ഏകദേശം? 4 കിലോമീറ്റർ ഉള്ളോ? അത്രേ ഉള്ളൂ അല്ലേ? ഈ വഴി എന്തോരം ദൂരം ഉണ്ട്? നല്ല ഇങ്ങനത്തെ ഇങ്ങനെ തന്നെയാണോ അവിടെ എത്തണവരെ? അതല്ലേ? ഇതിലെ ആളുകൾ പോകുന്നതാണോ? ഇല്ലിക്കലിലേക്ക് പോകുന്നുണ്ട് ഇല്ലേ? ഇല്ലല്ലേ? ആ, ഓക്കെ. അപ്പൊ ഈ വഴി ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് ഇല്ലിക്കലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പണിത വഴിയായിരുന്നോ? ആ, ഇവിടെ എത്ര വീട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കുന്നത്? അതല്ലേ? ആ, കുറെ പേരൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലോ. ഇത് ചേട്ടന്റെ വീടാണോ? ആ, എന്താ ഈ വഴി ഇങ്ങനെ കിടക്കണേ? പിന്നെ പണിയാത്തത്? അതെല്ലേ? വണ്ടികളൊന്നും കയറി വരില്ലല്ലോ അല്ലേ? എങ്ങോട്ട് പോകും ചേട്ടൻ? ആ, നടന്നു പോകണോ അല്ലേ? വണ്ടി സൗകര്യം? ആ റൂട്ട് മെയിൻ റൂട്ട് ബസ് ഉണ്ടല്ലോ അല്ലേ? ഹായ്, ഗുഡ് മോർണിംഗ്. എവിടെ പോവാ? അതെല്ലേ? ഞാൻ ഇല്ലിക്കല്ല് പോകാനായിട്ട് ഇറങ്ങിയതാ. അതെയോ? ഇതിലാരെങ്കിലും പോകാറുണ്ടോ ഇല്ലിക്കല്ലിലേക്ക്? നടന്നു പോകാൻ ഇല്ല അല്ലേ? അതെല്ലേ? അവിടെ ഒരു കുരിശ് കാണാം. എന്താ അത്? അത് അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുണ്ടോ? അപ്പുറത്തെ പള്ളിയുടെ. അതെല്ലേ? ശരി. നടക്കാനും ബുദ്ധിമുട്ടല്ലേ ഇതല്ലേ? അപ്പോൾ നമുക്ക് ഈ വഴി കയറുമ്പോൾ തന്നെ അവിടെ ഒരു വലിയൊരു കുരിശ് കാണാം കേട്ടോ. അതിൻ്റെ ചെറിയൊരു കുരിശ് വഴിയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാം. അവിടെ ചെറിയൊരു പള്ളി ഉണ്ടെന്നാട്ടോ പറഞ്ഞേ. അപ്പോൾ ഇല്ലിക്കലിലേക്ക് 8 കിലോമീറ്റർ ഇല്ലയെന്നാണ് ചേട്ടൻ പറഞ്ഞേ. താഴെ നിന്നൊരു ചേട്ടൻ അന്നാ ചേട്ടൻ പറഞ്ഞേ 8 കിലോമീറ്റർ ഉണ്ടെന്നാട്ടോ. ഈ ചേട്ടൻ പറഞ്ഞപ്പോൾ 4 കിലോമീറ്റർ ഉള്ളൂ എന്ന്. എന്തായാലും നമുക്ക് നടന്നു നോക്കാം. അറിയാമല്ലോ ചെല്ലുമ്പോഴത്തേനും ഏകദേശം എന്തോരം ദൂരം വരുന്നത്. ഇത് കണ്ടോ? അന്ന് ആ വഴി പണിയാനായിട്ട് മൊത്തം പാറയൊക്കെ പൊട്ടിച്ച് സൈഡിൽ നിന്ന് പാറയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഇട്ടതാട്ടോ. പക്ഷേ പണിയൊന്നും ആയിട്ടൊന്നുമില്ല. എന്നാ വലിയ കുരിശാന്ന് നോക്കിയേ. ഇവിടെ പള്ളി ഉണ്ടെന്ന് പറഞ്ഞ. പള്ളി ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ, കുരിശ് മാത്രമേ ഉള്ളൂല്ലോ. താഴെ ഒരു പള്ളിയാണ് കേട്ടോ. ആ പള്ളിയുടെ കുരിശാന്ന് പറഞ്ഞത്. അവിടെയൊക്കെ വീടുകളുണ്ടേ. ഇവിടെ ഒരു ഗ്രാമം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതാണേ പള്ളി. ഒരു ചെറിയൊരു പള്ളി കാണാതെ എന്ത് രസമാണെന്ന് നോക്കി. ആ മലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ആരും വരുന്നല്ലേ പള്ളി? ആയതുകൊണ്ടല്ലേ? ചേട്ടൻ്റെ പേരണേ? എവിടെ താമസിക്കുന്നത്? അടുത്ത് തന്നെ അല്ലേ?
സെൻറ്റ് ജോർജ് ചർച്ച് കന്നിക്കൽ, ഒറിജിനൽ ബ്ലെസ്സിങ്, ഏപ്രിൽ 21, 1995. വളരെ ചെറിയൊരു പള്ളിയാണേ. കണ്ട ഒരു ചെറിയ മണി കാണാം. ഈ പള്ളിയുടെ മുറ്റമൊക്കെ നല്ല രസമാട്ടോ കാണാൻ. പുല്ലൊക്കെ വെട്ടി തെളിച്ചിട്ടിട്ടുണ്ട്. ഓ, ഒരു പ്രദേശം അടിപൊളിയാണേ. ആ കുരിശിൻ്റെ അങ്ങോട്ട് കയറാനായിട്ട് അവിടെ സ്റ്റെപ്പൊക്കെ പണിത് ഒരു ലൈറ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല താഴ്വാരങ്ങളും വലിയൊരു മലയൊക്കെ ആയിട്ട് അതിലൊരു താഴേക്കൂടെ ഒരു തോടൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് തോട്ടിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇവിടുന്ന് വെള്ളം ഇറക്കുന്നത് കേൾക്കാം. ഇവിടെ മുറ്റത്തായിട്ടൊരു കിണറുണ്ട്. കിണറല്ല, ചെറിയൊരു പോണ്ട് പോലെയുള്ളൊരു സംഗതി കേട്ടോ. കണ്ടോ, വലിയൊരു തോട് നമുക്ക് താഴേക്ക് താഴെ ഒഴുകി പോകണം. നമുക്ക് ഇവിടെ നിൽക്കുമ്പം അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. തോട് കാണുന്നില്ലെങ്കിലും ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ താഴെ ഇത് ചെറിയൊരു പാറപ്പുറമാണ്. ഇവിടെ ജാതിക്കയും കൊക്കോക്കയൊക്കെ ഉണങ്ങാനായിട്ട് പാറപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ടാങ്ക് കാണാം. മിക്കവാറും വെള്ളം എടുക്കാനൊക്കെ ആയിട്ടേ നിർമ്മിച്ചേക്കുന്ന ഒരു ടാങ്ക് ആയിരിക്കും. എന്തായാലും ഇപ്പം അതിൻ്റെ അടുത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ കൈവരികളൊക്കെ വെച്ചിട്ടേ. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് അഗാധമായിട്ടുള്ളൊരു കൊക്കയാട്ടോ. ആ തോടിൽ വെള്ളം ഇരയ്ക്കുന്ന എരമ്പിൽ വളരെ ശക്തിയായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ അധികം സമയം നിന്ന് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല. വേറെ ഭാഗം എന്നൊക്കെ പറയുന്നത് പുള്ളിക്കാരൻ ഡയറക്ഷനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ 2 ആഴ്ച മുന്നേ പോയ ചൂട്ടുപാളക്കല്ല്, എനിക്ക് തോന്നുന്നത് ഞാനൊരു മലയുടെ ആ ഒരു കാണുന്ന മലയുടെ മേളിക്കൂടെയാണ് നടന്നു പോയതെന്ന് ഇപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഇവിടെ നിന്നപ്പോൾ തോന്നിയാണ്. കറക്റ്റ് അറിയില്ല. എന്നാലും മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ ആ ഒരു വഴിയിലേക്കാണോ ചെല്ലുന്നതെന്ന് ചെറിയൊരു ഡൗട്ട് ഇല്ലാതില്ല. അപ്പോൾ ഇത് നേരത്തെ കോൺക്രീറ്റ് ചെയ്തൊരു വഴി കാരണം കേട്ടോ. അത് കുറച്ച് ഭാഗത്തൊക്കെ ഇത് കണ്ടോ, കോൺക്രീറ്റ് ചെയ്തിട്ട് മൊത്തം പൊളിഞ്ഞു പോയേ. ആ കമ്പിയൊക്കെ നമുക്ക് കാണാം. കുറച്ച് ഏരിയയിലേ ഉള്ളൂ. അത് ഞാൻ പിന്നെ വഴിയുടെ കിടപ്പ് അങ്ങനെ കേട്ടോ. ഇവിടെ താഴെ വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഇവിടെ കൃഷി കാണാം കേട്ടോ. ജാതി, പ്ലാവ്, കമുക്, കൊടംപുളി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വഴിയെ ഒരുപാട് തുകയൊക്കെ മുടക്കിയിട്ട് ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റ് ആട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. 2 സൈഡിലും കലുങ്കൊക്കെ കെട്ടി അത്യാവശ്യം നല്ല വീതിക്കാട്ടോ ഇതിൻ്റെ പണിയൊക്കെ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ മുകളിൽ അവിടെ ഒരു വീടുണ്ട്. ഈ വഴി ഇങ്ങനെ കിടക്കുവാണേ. ആ തോടിൻ്റെ ഇരമ്പിൽ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആ തോട്ടിലേക്കുള്ള വഴിയാന്ന് തോന്നുന്നു കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ടല്ലോ. നമുക്ക് എന്തായാലും കുറച്ചങ്ങ് ഇറങ്ങി നോക്കാം. ഇത് ഇവിടെ ഇങ്ങനെ ഒരു മരം, അത് നിറയെ എന്തോ ഒരു പഴം പഴുത്ത് കിടക്കുന്നുണ്ടല്ലോ. കണ്ടിട്ട് ഈ ഉണ്ടമുളകില്ലേ അതുപോലെയൊക്കെ ഉണ്ട് കാണാൻ. എന്താണ് സംഗതി? നിറച്ചുണ്ടേ. ഇതുണ്ട്, ശരിക്കും മുളക് പോലെയുണ്ട്. കഴിച്ചു നോക്കട്ടെ. മധുരവും ചെറിയ പുളിയും കയ്പ്പൊക്കെ ആയിട്ട് എന്തായാലും കൊള്ളാം. കഴിക്കാൻ പറ്റുന്ന പഴമാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും മൊത്തം കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ തോട് നമുക്ക് ഇവിടെ കാണാൻ പറ്റൂ കേട്ടോ. ഇത് എവിടുന്ന് തുടങ്ങുന്നതായിരിക്കും? മിക്കവാറും ഇല്ലിക്കല്ല് അവിടെ ഏതെങ്കിലും മരയുടെ മേളിൽ നിന്നായിരിക്കാം അല്ലേ. ഇതുണ്ടോ, ആ തോട് ക്രോസ് ചെയ്ത് മേളിലേക്ക് ഒരു വഴി കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മിക്കവാറും വീടുകളൊക്കെ ഉണ്ടായിരിക്കാം. അതിൻ്റെ കുറുകെ ആയിട്ടൊരു പാലമൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. പാറയുടെ ഒക്കെ ഇടുക്കിയിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി പോരുന്നത് കേട്ടോ. അതിൻ്റെ അപ്പുറം ഈറ്റക്കാടൊക്കെയാണേ. ഉണ്ടോ, ഒരു വഴി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് എങ്ങോട്ടേക്കാണ് പോകണമെന്നൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെ എന്തായാലും വീടുകളൊക്കെ കാണാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്തൊരു ജനറേറ്റർ ഇരിക്കണേ, അശോക് ലൈലാൻഡിൻ്റെ. അവിടെ താഴെ വീടാണോ എന്താണെന്നറിയില്ലല്ലോ. വീടായിരിക്കാൻ വഴിയില്ല കേട്ടോ. ഈ വഴി നിർമ്മിക്കാനായിട്ട് ഉപകരണങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള സ്ഥലമാണോ എന്താണെന്ന് നോക്കാം കേട്ടോ. എന്താണ് സംഭവം? ഓ, ഇത് ക്രഷറാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഇതുണ്ടോ, ഈ പാറ പൊട്ടിക്കാനായിട്ടുള്ള ആ ഒരു ആകൃതിയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് ക്രഷർ തന്നെയാണേ. ആ ഒരു കൺവെയർ ബെൽറ്റൊക്കെ അതിന് താഴെ സ്ഥാപിച്ചേക്കുന്ന കാണാം. അതുകൊണ്ടോ. അപ്പം ഇവിടെയുള്ള പാറ മൊത്തം പൊട്ടിച്ചെടുത്തിട്ടാണ് ഈ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചേക്കണം കേട്ടോ. ക്രഷർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ജനറേറ്ററാണ് ആ കാടിലെത്തിരിക്കുന്നത്. ഇതുണ്ടോ, ഈ സൈഡിലെ പാറ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഈ വഴി പണിയാനായിട്ട്. ഇവിടെ ഇഷ്ടംപോലെ പാറകളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ പൊട്ടിച്ചെടുത്ത് ഈ വഴിയുടെയൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ പണി ഒന്നുമല്ലാത്ത അവസ്ഥയിൽ കിടക്കുവാണ്. ഈ പണി അങ്ങോട്ട് നീങ്ങുന്നില്ല. അപ്പോൾ റോഡിൻ്റെ പണി മാത്രമല്ല നീങ്ങാത്തത്, നമ്മുടെ നടപ്പും നീങ്ങുന്നില്ല കേട്ടോ. അതേ വഴി കിടക്കണുണ്ടോ. ഇതുപോലെ എത്ര കിലോമീറ്റർ ഇനി നടക്കാനുണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പോൾ ഏകദേശം 2 കിലോമീറ്റർ അടുത്തായെന്ന് തോന്നുന്നു താഴെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട്.
നല്ല പൊരി വെയിലും ആയിട്ടുണ്ട്. ഭാഗ്യത്തിന് ഈ പ്രാവശ്യം കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം തീർന്നു കഴിഞ്ഞാൽ റീഫില്ല് ചെയ്യാനായിട്ട് ഇവിടെ അരുവികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ തിരിച്ചു പറഞ്ഞ സമയത്ത് മഴയൊക്കെ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. ഇതിലൊക്കെ മഴ പെയ്യുമ്പം ഇറങ്ങി താഴേക്ക് വരിക എന്നുള്ളത് വളരെ ദുഷ്കരമായിരിക്കും. ഈ ഒരു കാ കണ്ടോ ചക്കയുടെ ഷേപ്പിലുള്ളത്, ഇതിന് നിങ്ങൾ എന്നാ പറഞ്ഞേ? ഈ തഴയില്ല, തഴ കൈത എന്നൊക്കെ പറയുന്നത്. ഇത് കണ്ടോ, അത് നിൽക്കണം കേട്ടോ. ഈ തോടിൻ്റെ കരയിലൊക്കെ വളരുന്നത്. ഞങ്ങളിതിന് തഴ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓല ഉപയോഗിച്ചിട്ട് പണ്ട് കാലത്ത് ഈ പായൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഉണ്ടാവുന്ന കായാട്ടോ. അതിലൊക്കെ അത് കായ്ച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാമല്ലോ. ഇതാരാ ഇവിടെ വെട്ടിയിട്ടാ കേട്ടോ, കണ്ടാൽ അറിയാം. ഞാനത് കല്ലയിലടിച്ച് പൊട്ടിച്ച് നോക്കിയേ. ഇത് കണ്ടോ, അതിൻ്റെ അകം നോക്കി. ഈ പുറത്ത് നല്ല മുള്ളാട്ടോ, കയ്യിൽ കൊണ്ട് കയറും. കണ്ടോ, ചക്കയുടെയൊക്കെ ഉൾവശം പോലെ ഉണ്ട് കണ്ടിട്ട്. കണ്ടോ, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അതിൻ്റെ കായാണ് സംഭവം. ഞാൻ ആദ്യമായിട്ട് കാണുകൊണ്ടേ ചക്കയുടെ ഒരു കറക്റ്റ് ചക്കയുടെ സ്മെല്ല്. നമ്മുടെ നടപ്പങ്ങനെ ഒന്നും ആവുന്നില്ല കേട്ടോ. ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും ഇതുപോലെ ഒരു സ്ഥലം കാണാം. ഒരു തുറസായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടോ. മൊത്തം പാറക്കൂട്ടങ്ങളും പുൽമേടുകളൊക്കെയാണ് നമുക്കിത് ഇവിടെ വന്നപ്പം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് ഏകദേശം കറക്റ്റാന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൂട്ടുപാളക്കല്ല് പോയത് ഞാൻ കാണുന്ന മരയുടെ മേളിക്കൂടെ അത് തന്നെ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ വലകെട്ടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിട്ടുണ്ട്. വലകെട്ടി, നമ്മൾ വലകെട്ടി കൂടിയായിരുന്നല്ലോ അങ്ങോട്ടേക്ക് പോയത്, ചൂട്ടുപാളക്കല്ല്. നമ്മുടെ ഈ ഒരു യാത്ര എപ്പോൾ അവസാനിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല. 8 മണിക്ക് നടക്കാൻ തുടങ്ങിയതാണേ. സമയം 9, 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം 2 കിലോമീറ്റർ കഷ്ടി അത്രയാണ് പിന്നിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇല്ലിക്കക്കല്ലിൽ എത്താനായിട്ട് നല്ല വഴികളൊക്കെ കിടന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും ദുർഘടം പിടിച്ച വഴിയിലൂടെ നടന്നു പോകുന്നത്? ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഇല്ലിക്കക്കല്ലെന്ന് പറയുന്നത് നമ്മുടെ ഈ യാത്രയുടെ കേവലം ഒരു ലക്ഷ്യസ്ഥാനം മാത്രമാണ്. ആ ഒരു ലക്ഷ്യസ്ഥാനത്തിൽ എത്താനായിട്ടുള്ള ഒരു വ്യത്യസ്തമായൊരു മാർഗം, അതാണ് എന്നെ ഒരു യാത്രയ്ക്ക് പ്രേരിപ്പിച്ചത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ യാത്ര തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു രൂപരേഖയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വഴി ഇങ്ങനെയാണ് കിടക്കുന്നത്, അതായത് വലിയ മലകളും മനോഹരമായിട്ടുള്ള താഴ്വരകളൊക്കെ പിന്നിട്ടാണ് ഇല്ലിക്കക്കല്ലിലേക്ക് നമ്മൾ എത്തുന്നതെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൂട്ടുപാളക്കല്ല് വീഡിയോ ചെയ്തപ്പം ചൂട്ടുപാളക്കല്ലിൽ എത്താനായിട്ട് പുത്തേട് സിറ്റിയിൽ നിന്ന് കയറി വന്ന വഴിയാണ്. ഇതിൽ വന്ന് ഇറങ്ങി ഈ വഴി കൂടെ കയറി അങ്ങോട്ട് ഇറന്നിട്ട് പോയത്. ആ ഒരു മലയുടെ അങ്ങ് ദൂരെയാണ് ചൂട്ടുപാളക്കല്ല് വരുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വലകെട്ടി എന്നാണേ. അപ്പോൾ ഇതിലെ പോയാൽ നമുക്ക് ചൂട്ടുപാളക്കല്ലിലെത്താം. നമ്മൾ ഇതിലാട്ടോ പോകുന്നത്. ഇതിലെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിലേക്ക് എത്തും. അപ്പോൾ അങ്ങ് ആ ഒരു ഡയറക്ഷനിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതുവഴി തന്നെ നമുക്ക് പോകണം. അപ്പോൾ പുത്തേട് സിറ്റിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കയറി വരാം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വലിയൊരു മല കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. മലകയറ്റം തൽക്കാലം അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മല ഇറങ്ങാൻ പോവുകയാണേ. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് നല്ല മനോഹരമായിട്ടുള്ള താഴ്വാര ദൃശ്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇടുക്കി ജില്ലയിലാണ് നിൽക്കുന്നത്. ഈ വലകെട്ടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഇടുക്കി ജില്ലയിലാട്ടോ. ഇനി നമ്മൾ താഴെ ആ കാണുന്ന പ്രദേശം എന്നൊക്കെ പറയുന്നത് കോട്ടയം ജില്ലയാണ്. നമ്മൾ ഇടുക്കി ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് ഇറങ്ങാനായിട്ട് പോകാട്ടോ. അപ്പോൾ താഴെ അങ്ങ് കാണുന്ന മല എന്നൊക്കെ പറയുന്നത് അത് മൂലമറ്റം ഭാഗങ്ങളൊക്കെയാണ്. നമ്മൾ പുത്തേട് സിറ്റിയിൽ നിന്ന് നേരെ വരുന്ന വഴിയാണേ. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്കാണ് എത്തുന്നത് പുത്തേട്ടെന്ന് വരുമ്പോഴത്തേനും. അപ്പോൾ ചൂട്ടുപാളക്കല്ലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ വഴി പോകണം. ഇല്ലിക്കല്ലിലേക്ക് കിടക്കുന്ന വഴി ഇത് കണ്ടോ, ഈ താഴേക്കുള്ളതാണെന്ന് ഈ വഴി ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ആ ഒരു ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ വഴി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നോക്കി, ഈ ഇടയ്ക്കെങ്ങാണ്ട് പണിതേക്കുന്നൊരു വഴി പോലെ മണ്ണൊക്കെ ഈ ഇടയ്ക്കെങ്ങാണ്ട് ഇളക്കി ഇട്ടേക്കുന്ന കേട്ടോ. അതങ്ങനെ താഴേക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ടോ അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ നടപ്പൊന്നും ആയിട്ടില്ല. ഒരു വലിയ മലയും കയറിയെന്ന് മാത്രമേ ഉള്ളൂ. താഴ്വാരം അങ്ങനെ തന്നെ കിടക്കോട്ടെ. കിലോമീറ്ററുകൾ ഇനിയും നമുക്ക് നടക്കണം. അങ്ങ് കാണുന്ന ഒരു സ്ഥലത്ത് എത്തണം. ആൾ താമസമൊന്നും ഉള്ള ഒരു ഏരിയ ഒന്നുമല്ല ഈ വഴി. എനിക്ക് തോന്നണം നമ്മളിപ്പോൾ വന്ന ഒരു വഴിയില്ലേ, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പണിയാൻ വേണ്ടി ഈ ഇടയ്ക്കെങ്ങാണ്ട് തുടങ്ങിയിരിക്കുന്ന കേട്ടോ. ഇവിടെ ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു വീട് കണ്ടോ. കണ്ടിട്ട് ആരും ഇല്ലാന്ന് തോന്നുന്നു. വീട്ടിൽ താമസമുള്ള വീടല്ലാന്ന് തോന്നുന്നു കേട്ടോ. അതിലെ 2 വഴി കാണാം. അതുപോലെ തന്നെ ഇതൊരു വഴിയാണ് താഴേക്ക്. താമസമില്ലാത്ത വീടാട്ടോ, കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിലെ ഒരു വഴിയുണ്ട്, ഇതും ഒരു വഴിയാണ്. അതെന്തായാലും അതിലെ പോയി നോക്കാം. ഇത് ഭയങ്കര കൺഫ്യൂഷനായി നമുക്ക് ഏതിലാണ് പോകേണ്ടതെന്ന്. ഈ കാണുന്നതെല്ലാം വഴിയായതുകൊണ്ട് എന്തായാലും ഈ ഒരു ഡയറക്ഷനിൽ പോയി നോക്കാം അല്ലേ. അപ്പോൾ ഈ മരമൊക്കെ മുറിക്കാനായിട്ട് ഇവിടെ വണ്ടിയൊക്കെ വന്നതിൻ്റെ ഇത് JCBയുടെ ഒക്കെ ടയറിൻ്റെ പാട് ഇതിൽ നമുക്ക് കാണാത്തതുണ്ടോ. ഇവിടെ നിന്നൊക്കെ തടികളൊക്കെ മുറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഈ വഴിയൊക്കെ പണിയുന്നതിൻ്റെ ഭാഗമായിട്ടാകാൻ മിക്കവാറും. ഇത് ശരിക്കും നമ്മൾ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഈ വഴിയല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റുവാണല്ലോ. ഈ വഴി ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മരമൊക്കെ മുറിച്ച് കൊണ്ടുപോകാനായിട്ട്
ഉള്ളൊരു വെട്ടിയ വഴിയായിരിക്കും മിക്കവാറും വണ്ടിയൊക്കെ കയറി പോയിട്ട്. അതുകൊണ്ട് എവിടെ കൊണ്ട് ഈ വഴി തീരും കേട്ടോ. താഴെക്കട ഒരു തോടൊക്കെയാണ് ഒഴുകി പോകുന്നത്. അല്ല, വഴി താഴേക്ക് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കിടക്കുന്നുണ്ട്. നോ വേ, നമുക്ക് ഒരു തരത്തിലും പോകാൻ സാധിക്കില്ല മുന്നോട്ട്, കാരണം വഴിയില്ല. അത് ആ 2 വഴിയും ഇവിടെ കൊണ്ട് തീരും കേട്ടോ. അപ്പം ഈ മരം വെട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് പണിത വഴിയാണ്. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് ഈ വഴി തെറ്റിപ്പോയത്? ഞാൻ വേറെ വഴിയൊന്നും കണ്ടുമില്ല അങ്ങോട്ട് പോരാനായിട്ട്. അപ്പോൾ ഈ വീട് മൂന്നിലവ് ഗ്രാമപഞ്ചായത്തിൻ്റെ 3-ാം വാർഡാട്ടോ ഈ വീടിരിക്കുന്ന സ്ഥലം. നമുക്ക് എന്തായാലും അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ഇതിലൊന്ന് നടന്നു നോക്കാം. വലിയ ഉറപ്പൊന്നുമില്ല, ഇത്രയും വന്നിട്ടേ അത് അവസാനിപ്പിച്ച് പോകുമ്പോഴൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അയ്യോ, അത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ഈ തോടങ്ങ് കിടന്നു കഴിഞ്ഞാൽ അതിലൊരു നടപ്പ് വഴി കാണാം ചെറുതായിട്ട്. ഇനിയിപ്പോൾ അതിലൊന്ന് എന്തായാലും കുറച്ച് ദൂരം ഒന്ന് പോയി നോക്കാം. അതുകൊണ്ട് ആ തോട് ഒഴുകി താഴേക്ക് പോകുന്നുണ്ടേ. ഇത് ചെറിയൊരു നടപ്പ് വഴിയാണ്. ഇത് എത്ര ദൂരം ഉണ്ടെന്നറിയില്ല മുന്നോട്ടേക്ക്. അപ്പോൾ ഇതിലങ്ങ് താഴെ എത്താൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ അരുവി കണ്ട ഏതായാലും ഭാഗ്യമായിട്ടോ. കുപ്പിയിലെ വെള്ളം തീരാറായി. നല്ല തണുത്ത വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം ഇതിന് കുപ്പിയിൽ നിറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു കിടപ്പ് വശം വെച്ചിട്ട് ഇല്ലിക്കല്ല് ഒരുപാട് ദൂരത്താട്ടോ, ഒത്തിരി പോകണം. ചേട്ടൻ പറഞ്ഞത് 4 കിലോമീറ്റർ ഒന്നും അല്ല, ഇപ്പം തന്നെ നമ്മൾ 4 കിലോമീറ്റർ അടുത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ അങ്ങ് ദൂരെ നോക്കിയാൽ നമുക്ക് അവിടെ എന്തോ കെട്ടിടങ്ങളോ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇല്ലിക്കല്ല് എന്തായാലും അങ്ങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി അകലെയാട്ടോ, ആ ഒരു ഡയറക്ഷനിൽ. അത് ഈ മലയുടെയൊക്കെ അപ്പുറം വരും. അപ്പോൾ നമുക്ക് ഇല്ലിക്കല്ലിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് എത്ര കിലോമീറ്റർ പോയാലാണ്. നമുക്ക് നടക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ചാല് ഈ പാറപ്പുറത്തോടെ കാണാം. കണ്ടിട്ട് ഇതിലെ ആളുകളൊക്കെ കയറി വരുന്നൊരു വഴിയാണെന്ന് തോന്നണേ. പക്ഷേ ഇവിടെയൊക്കെ ആളുകൾ മലയഞ്ചി കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വഴിക്കൊരു അവസാനമില്ല, ഇങ്ങനെ വളഞ്ഞ് താഴേക്ക് കിടക്കുവാണ് ഈ മലയഞ്ചി കാടിൻ്റെ നടുവിലൂടെ. അങ്ങനെ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു വീടുണ്ടേ. ഇല്ലിക്കല്ല് പോകാനായിട്ട് വന്നതാ. ഞാൻ ആ പുത്തേടന്ന് ആ മല കയറി ഇറങ്ങി വന്നു. അപ്പോൾ ഇതിലെ പോയ ഇല്ലിക്കല്ല് പോകാമെന്ന് പറഞ്ഞേ. ഇത് വഴിയുണ്ടോ ശരിക്കും ഇല്ലിക്കല്ല് പോകാൻ? അത് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ചൂട്ടുപാളക്കല്ല് പോകാൻ നേരത്തെ കണ്ടേ. അത് തന്നെ ചേട്ടൻ നമ്മൾ അന്ന് കണ്ടാ കേട്ടോ. ചേട്ടൻ്റെ വീട് ഇതായിരുന്നല്ലേ? അപ്പൊ ഇല്ലിക്കല്ല് പോകാൻ പറ്റും ചേട്ടാ? ഒത്തിരി നടക്കണോ? ഇത് എങ്ങോട്ടാ ചെല്ലുന്ന ഈ വഴി? മേച്ചാലിലേക്ക് അല്ലേ? അന്ന് പറഞ്ഞായിരുന്നല്ലോ. അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ മേച്ചാലിന്ന്? അത്രയും വരൂ അല്ലേ? മെയിൻ റോഡാണോ? ഓക്കെ. ആ മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യണ വഴിയാ അല്ലേ? ഞാൻ എന്തോരം നടന്നറിയാം മേളിന്ന്. അതെ അല്ലേ? ഇത് എത്ര ദൂരം ഉണ്ട് ഈ വഴി താഴെ ഇറങ്ങാനാണല്ലേ? മെയിൻ റോഡായോ? ആ കോൺക്രീറ്റ് വഴി എത്ര ദൂരം ഉണ്ട്? 2 കിലോമീറ്റർ ഉള്ളൂ. അതെ അല്ലേ? അത് തന്നെ ചേച്ചി നമ്മൾ കണ്ടതല്ലേ, ചൂട്ടുപാളക്കല്ല് പോകാൻ വേണ്ടി വന്നതാ 2 ആഴ്ച മുമ്പ്. നിങ്ങളെ കണ്ടെന്ന് പറഞ്ഞു വീഡിയോയിലാ. അയ്യേ, വഴിയായല്ലേ? ശരി. നാട്ടുവഴിയാണ്. ഓക്കെ. ഇന്ന് പണിയില്ലായിരുന്നായിരുന്നേ? ഞായറാഴ്ച ആരും കണ്ടില്ല. അതല്ല ചുറ്റിയതിന്റെ ഓലയാ അല്ലേ? അതൊന്ന് എടുത്തോട്ടെ, ഒന്ന് കാണിച്ചോട്ടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൂട്ടുപാളക്കല്ല് വന്നപ്പം ചേട്ടൻ അവിടെ ചുറ്റിയതിന്റെ ഓല വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നേ. ഇത് ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി ഇത് ഉണങ്ങണ്ടേ? അതെല്ലേ? നിങ്ങൾ സമ്മതിക്കണ്ടോ? കേട്ടോ, ചുറ്റിയതിന്റെ ഓല കെട്ടി വെച്ചേക്കുന്നത്. ഇത് ഉണങ്ങണ്ടേ? ചീകിട്ടേക്കണാണോ? ഏതാച്ചി? ഒന്ന് കാണിക്കുമോ ചീകിട്ടേക്കണേ? അതെ. അപ്പൊ ഇവര് ചുറ്റീത്തിന്റെ ഇത് ഓല പറിച്ചോണ്ട് വന്നിട്ട് ഇങ്ങനെ ചീന്തി ഇട്ടേക്കുന്ന കേട്ടോ. ഇനി ഇത് ഉണങ്ങിയിട്ട് കെട്ടൂല്ലേ? അപ്പൊ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചൂലില്ലേ, അപ്പൊ ഇതിങ്ങനെയാണ് നിർമ്മിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടാട്ടോ, കാരണം ആ മലയുടെ മുകളിൽ നടന്ന് കയറി ഇത് പറിച്ചെടുത്തോണ്ട് വന്നല്ലേ. ഇവിടെ ആരൊക്കെയുണ്ട് വീട്ടില്? 2 ഉള്ളൂ. കെട്ടിച്ചു കിട്ടാ അല്ലേ? ഇതെങ്ങനെ വിൽക്കുന്നത് നിങ്ങള്? എടുത്തോളുവോ?
ഉണ്ടോ? ആ എനിക്കറിയില്ല കേട്ടോ. അവരെത്തുണ്ട് പോലെ. ഓ ചൂലുണ്ടാക്കണതല്ലേ? നമുക്കിങ്ങനെ ഉണക്കി ചീന്തി കൊടുത്താൽ മതി. എടുത്തുകൊണ്ട് പോകും. അപ്പൊ ഇതാണ് അവർ മേളിന്ന് പറഞ്ഞ കോൺക്രീറ്റ് വഴി ഇവിടെ നട തുടങ്ങുന്നേ. ഒരു ഓട്ട കിടപ്പുണ്ടല്ലോ, വിളിച്ചോണ്ടൊക്കെ പോയാലോ ഇല്ലിക്കല്ലിലേക്ക്. അപ്പോൾ ഈ പ്രദേശത്തുള്ളവരൊക്കെ ഒരു ഉപജീവന മാർഗ്ഗം കേട്ടോ മറ്റേ ചൂലുണ്ടാക്കുന്നത്. അവിടെയൊക്കെ ഒരു ചുറ്റീന്തിൻ്റെ ഓല കൊണ്ട് ഉണങ്ങി കെട്ടി വെച്ചേക്കുന്നതാണ്. അവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾത്താമസമുണ്ടേ. എന്തായാലും ഈ വഴി കണ്ടപ്പം ഭയങ്കര ആശ്വാസമായിട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ട് കുറേ ഏരിയ കണ്ടില്ല, അത് ഭയങ്കര വിജനമാണ് കേട്ടോ. വഴി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. അങ്ങനെ കിടക്കണം കണ്ടപ്പം നമ്മളിത് എവിടെ എത്തുമെന്നൊക്കെ ഭയങ്കര ആശങ്കയായിപ്പോയി. എന്തായാലും തിരിച്ചത് വഴി നമുക്ക് അത്രയും ദൂരം കയറേണ്ടി വരും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ചക്കപ്പഴമാണോ? ആ ഇതിങ്ങനെ വിൽക്കാനാണോ പറിച്ചോണ്ട് പോകണാണോ? ആ ഒരു കാർ ഈ പാറപ്പുറത്ത് കൊണ്ട് നിർത്തിയിട്ടേക്കണോക്കെ. ഇത് നിർത്തിയിട്ടിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. മൊത്തം പായലൊക്കെ കയറി. അതുകൊണ്ടോ അവിടെ ഒരു വീടുണ്ട്. അല്ല അടിപൊളി സ്ഥലത്താട്ടോ എത്തിയേക്കുന്നത്. അവിടെ ഒരു കിട്ടിലൻ വ്യൂ പോയിൻ്റൊക്കെയാണ്. നമുക്കിവിടെ നോക്കിയ ഒരു പള്ളി കാണാം. അതാണ് മേച്ചാല് പള്ളി. ആ കോൺക്രീറ്റ് വഴി പോകണുണ്ടോ താഴേക്ക് ഇങ്ങനെ വളഞ്ഞ് അത് നേരെ ആ ഒരു പള്ളിയിലേക്ക് ചെല്ലും. ആ പള്ളിയുടെ അവിടെ നിന്നായിരിക്കും മിക്കവാറും മെയിൻ റോഡിലേക്ക് കയറുന്നത്. ഇത് ചെറിയൊരു മലയോര ഗ്രാമമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ വീടുകളുണ്ടേ. നമുക്കത് അവിടെയൊക്കെ ഉണ്ട് ഓരോ വീടിൻ്റെ മുറ്റത്തേക്ക് കിടക്കുന്ന വഴികളൊക്കെ കേട്ടോ. ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. താഴെ ഒരു പള്ളി. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ആശ്രയിക്കുന്ന ഒരു മെയിൻ ടൗൺഷിപ്പ് കേട്ടോ മേച്ചാല് മേലുകാവ് അങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യണ വഴിയാണ്. ഒരു മെയിൻ റോഡ് തന്നെയാണ്. അതായത് ഈരാറ്റുപേട്ട മെയിൻ റോഡില്ലേ, തൊടുപുഴ ഈരാറ്റുപേട്ട മെയിൻ റോഡിലേക്ക് ചെന്ന് കയറുന്ന ഒരു വഴി കേട്ടോ. അങ്ങനെ ഒരു കോൺക്രീറ്റ് വഴിയെ നേരെ കുറേ ദൂരം നടന്നതേ ഇങ്ങനെ ഒരു നിരപ്പായ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മേളിലെന്തോ സ്കൂളാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് കണ്ടോ ഒരു പാലം. ആ പാലത്തിൻ്റെ അടിയിലൂടെ ഒരു തോടൊഴുകി പോകുന്നുണ്ടേ. ഇതൊക്കെ മേച്ചാല് ഗവൺമെൻറ് UP സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ. സ്കൂളൊക്കെ അടച്ചൊരു ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ബഹളമില്ല. അങ്ങനെ നിശബ്ദമായിട്ട് കിടക്കുന്ന ഒരു സ്കൂളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ആ സ്കൂളിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമ്മൾ ഇറങ്ങി വന്ന ഒരു മല കാണാം. കൊള്ളാം, നല്ലൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സ്കൂള്. അപ്പോൾ ഇതാണ് മേച്ചാല് പള്ളി. സ്കൂളിനോട് ചേർന്നാണ് പള്ളി ഉള്ളത്. മേച്ചാല് പള്ളി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞ ആളുകൾ പള്ളിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് വന്നേക്കുവാണേ. മെയിൻ റോഡിലാട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോഴാണ് എനിക്ക് റൂട്ട് കറക്റ്റ് മനസ്സിലായിട്ടോ. ഇരുവിഴാപ്പൊഞ്ചിറയിൽ നിന്ന് ഇല്ലിക്കല്ല് പോകുന്ന റൂട്ടിലാണ് നമ്മൾ വന്ന് കയറിയേക്കണേ. ഇരുവിഴാപ്പൊഞ്ചിറ 4.3 കിലോമീറ്റർ, തൊടുപുഴ 23 കിലോമീറ്റർ. അപ്പോൾ ഇല്ലിക്കല്ലിന് ഇവിടുന്ന് ബസ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സൊന്നും ഇല്ല എന്നാട്ടോ അവർ പറയുന്നത്. ഒരു ബസ്സും ഇല്ല അല്ലേ? ഇന്ന് കേട്ടില്ല. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ ഉണ്ട് ഇല്ലിക്കൽ എത്താനായിട്ട്. പള്ളിയിൽ ലേലം വിളിക്കുന്നതാണേ. കണ്ടോ, ഒരു തരം 2 തരം എന്നൊക്കെ വിളിച്ച് കുർബാനയൊക്കെ വെച്ചിട്ട് ലേലം വിളി നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകളൊക്കെ അവിടെ ചുറ്റും കൂടി പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്ന കാഴ്ചകൾ കേട്ടോ. ഈ പള്ളിയുടെ ഒരു സെമിത്തേരി അങ്ങ് താഴെ ആ പറമ്പിൽ കാണാം. അപ്പോൾ ഇതൊരു CSI ചർച്ചാണ്, സെൻറ്റ് തോമസ് CSI ചർച്ച് മേച്ചാൽ. ഈ പള്ളിയുടെ സൈഡിൽ കിടക്കണ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് കയറാം. എന്നിട്ട് ആ ഒരു വഴിയിലേക്ക് കയറി അങ്ങനെ പോകാം കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ലേലം വിളിക്കുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോ? മുളകും വാഴക്കൊലയൊക്കെയാണേ ലേലത്തിൽ വെച്ചേക്കുന്നത്. ഈ പള്ളിയുടെ സൈഡിലായിട്ട് ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടേക്കണം നോക്കി. അപ്പോൾ ഇത് ഞായറാഴ്ച ആയതുകൊണ്ട് നിർത്തിയിട്ടേക്കണം കേട്ടോ. ഇത് മേലുകാവ് മേച്ചാല്, പ്രവിത്താനം, കൊല്ലപ്പള്ളി അങ്ങോട്ടൊക്കെ സർവീസ് നടത്തുന്ന ബസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒരു സ്കൂൾ കണ്ടില്ല, ഗവൺമെൻറ് UP സ്കൂള്. വേറെ ഒരു സ്കൂളോടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇത് ഈ പള്ളിയുടെ സ്കൂളാണ്. CSI ഈസ്റ്റ് കേരള ഇടവകയുടെ LP സ്കൂളാണ് മേച്ചാൽ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യാത്ര ഒരു ലക്ഷ്യമില്ലാത്തൊരു യാത്രയായിപ്പോയി. എന്താ പറയുക, ഒരു പ്രയോജനമില്ലാത്തൊരു യാത്രയായി മാറി കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത്. ഇത്ര പ്രതീക്ഷയില്ലേ. നമുക്ക് ഈ മേച്ചാലിൽ നിന്ന് വീണ്ടും 6-7 കിലോമീറ്റർ ഉണ്ട് ഇല്ലിക്കല്ലിലേക്ക്. ആ വണ്ടി കിട്ടാൻ ഭയങ്കര പാടാട്ടോ. ഞായറാഴ്ചയുണ്ട്. ഇനി എത്തിപ്പെട്ടാലും തിരിച്ച് ഈ വഴി തന്നെ തിരിച്ചു പോകണം. ഈ മല മൊത്തം കയറണം. ഏകദേശം 4-5 കിലോമീറ്റർ ഉണ്ട്. പുത്തേടാണ് ഞാൻ വണ്ടി വെച്ചേക്കുന്നത്.
അവിടെ എത്താനായിട്ട് വേറെ വഴിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ വന്ന വഴി തന്നെയാണ് പോകാനായിട്ട് പറ്റുള്ളൂ. എന്താ പറയുക, ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നമ്മുടെ ഒരു കണക്കുകൂട്ടലെല്ലാം തെറ്റിപ്പോയി ശരിക്കും. അപ്പോൾ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയതേ ഇവിടുന്നായിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വഴി ഇടത്തേക്ക് തിരിഞ്ഞായിരുന്നു ഇല്ലിക്കലിലേക്ക് പോകേണ്ടത്. ഞാൻ വീഡിയോ കാണിച്ചില്ലായിരുന്നു ഈ വഴി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചുട്ടുപാളക്കല്ല് പോയ വഴി. കുറച്ച് ദൂരം മുന്നോട്ടേക്ക് എന്നാൽ അവിടുന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇല്ലിക്കലിൻ്റെ അടുത്തെത്താമെന്നാണ് കേട്ടോ പറഞ്ഞത്. അത് ഞാൻ മേച്ചാലി എന്ന് അവിടെ നിന്ന് തിരിച്ച് വന്ന വഴിക്ക് ഒരു ചേട്ടനെ കണ്ട. ചേട്ടനെ പറഞ്ഞു, അയ്യോ നിങ്ങൾക്ക് വഴി തെറ്റി, ഇല്ലിക്കല്ല് പോകേണ്ട വഴി ഇതല്ല, അങ്ങോട്ട് അടുത്ത് തിരിഞ്ഞ് പോകണമെന്ന് പറഞ്ഞത്. ശരിക്കും മേച്ചാലിൽ നിന്ന് 6-7 കിലോമീറ്റർ ഉണ്ടല്ലോ ഇല്ലിക്കല്ല് വരെ. അപ്പോൾ ആ വഴി പോയി കഴിഞ്ഞാൽ അത്രയും ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കറക്റ്റാണ് പണ്ടാര് ചേട്ടൻ പറഞ്ഞ പോലെ പുത്തേടിൽ നിന്ന് 8 കിലോമീറ്റർ കൊണ്ട് ഈ വഴി പൂർത്തിയായാൽ നമുക്ക് ഇല്ലിക്കല്ലിൽ എത്താൻ പറ്റും. ഈ വഴി ഇപ്പം അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇല്ലിക്കല്ലിൽ നിന്ന് പുത്തേടിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വഴി. ഇത് മൊത്തം പണിതിട്ടില്ലല്ലോ, ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പോൾ പോയി കഴിഞ്ഞാലും വണ്ടി കൊണ്ടൊന്നും പോകാൻ പറ്റില്ല, നടന്ന് തന്നെ പോകണം കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. ഇനി ഈ വഴി പോയിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമില്ല. നമ്മൾ ഒരുപാട് രാത്രിയാകും തിരിച്ചു വരുമ്പോഴത്തേനും. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ജീവിതത്തിലെ നല്ല നേരായ വഴി കിടക്കുമ്പോഴത്തേനും വളഞ്ഞ വഴി സ്വീകരിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വഴി എന്ന് പറയുന്നത് നബാർഡിൻ്റെ ഒരു പദ്ധതി കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ വിചാരിക്കുന്നത് അധികം താമസമില്ലാതെ ഈ വഴിയുടെ പണിയൊക്കെ പൂർത്തിയാവട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലിക്കലിലേക്ക് പുതിയൊരു വഴി തുറക്കുമല്ലേ. അതില്ല, അതിലൊക്കെ ഉപരി ഈ ഒരു ഗ്രാമത്തിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് കുറേ കൂടെ നല്ല സൗകര്യമാകും. കാരണം വഴിയാണല്ലോ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇതിൽ നമുക്ക് നിലപാട് നടക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് അവസാനം നിരാശ മാത്രമായിട്ടോ ബാക്കി. ശരിക്കും നമുക്ക് അവിടുന്ന് വഴി തെറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇല്ലിക്കലിൽ എത്തിയാണ്. എന്തായാലും ഇനി അത് ആലോചിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്ക് അവിടെ വഴി ചോദിക്കാനായിട്ടൊന്നും ആരെയും കണ്ടുമില്ല. ഞാൻ എൻ്റെ സ്വന്തം കാൽക്കുലേഷൻ്റെ പുറത്താണ് ആ വഴി പോയത്. കാരണം ഞാൻ അന്ന് ചുട്ടുപാളക്കല്ല് പോയ സമയത്ത് ഇല്ലിക്കലിലേക്ക് അങ്ങനെ ഒരു വഴി ഉള്ളതായിട്ടൊന്നും ഞാനവിടെ കണ്ടുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു വഴി ആയിരിക്കില്ല, അങ്ങനെ ഡയറക്ഷനൊക്കെ നോക്കി പോയതാണ്. അവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്. അപ്പം വിഷമമുണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വാക്ക് വലിക്കാൻ പറ്റിയില്ല. എല്ലാവരും ക്ഷമിക്കുക, എനിക്കത് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ കേട്ടോ.